ഖമനൈക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഇറാന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. വൈകാതെ തന്നെ ഖമനൈ മാധ്യമങ്ങളെ കാണും എന്നുള്ള വിവരവും നേരത്തെ പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും ഇതൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഒരു ഭാഗത്ത് ചില അവകാശവാദങ്ങൾ ഉണ്ടാകുന്നു, മറുഭാഗത്ത് ഇറാൻ അതിന് മറുപടി നൽകിയിരിക്കുന്നു. അവ്യക്തമാണ് ഈ വിവരങ്ങളൊക്കെ തന്നെയും. സുഹേൽ, ഇനി വരുന്ന മണിക്കൂറുകളിൽ ഇത് കൂടുതൽ ശക്തമായ പ്രത്യാക്രമണത്തിലേക്ക് ഇറാൻ കടക്കുമോ? അങ്ങനെയാണെങ്കിൽ ഗൾഫ് മേഖലയിലെ ഏതൊക്കെ പ്രദേശങ്ങളിലേക്കാണ് ഇനി ഇറാന്റെ മിസൈലുകൾ വന്ന് പതിക്കാൻ സാധ്യതയുള്ളത്? ഇതൊക്കെ നമ്മുടെ മുന്നിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് ഇസ്രായേലിൽ ഏതാണ്ട് 1.5 ലക്ഷത്തോളം വരുന്ന ഇന്ത്യക്കാരുണ്ട്. അതിൽ വലിയൊരു ശതമാനം മലയാളികൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. കെയർ ടേക്കേഴ്സായിട്ട് സേവന മേഖലയിലാണ് അവരിൽ അധികം പേരും ജോലി ചെയ്യുന്നത്. ഇറാനിലും അതേ ഇന്ത്യൻ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. പലരോടും ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും പരീക്ഷാകാലം അടുത്തതുകൊണ്ട് തന്നെ അവരാരും തന്നെ ഇറാനിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ടില്ല. ഇവരൊക്കെ സുരക്ഷിതരായി നിൽക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം സമാധാനം കാക്ഷിക്കുന്ന രാജ്യം എന്ന നിലയിൽ കൂടി ഇന്ത്യക്കുണ്ട്. ഏതായാലും അതിനുവേണ്ടിയുള്ള ഇടപെടലൊക്കെ വിദേശകാര്യ മന്ത്രാലയം നടത്തുന്നുണ്ട്. എല്ലാ മുന്നൊരുക്കങ്ങളും മുൻകരുതലുകളും മുന്നറിയിപ്പുകളും ഒക്കെ നൽകിക്കൊണ്ടാണ് രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷ, ഇസ്രായേലിലും ഇറാനിലുമുള്ള ഇന്ത്യൻ ജനതയുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും സുഹൈൽ, ഇനി നമ്മൾ കാത്തിരിക്കുന്നത് സമാധാനത്തിൻ്റെ ഒരു പ്രകാശം ഉണ്ടാകുമോ എന്നുള്ളതാണ്. അതിന് ഏതെങ്കിലും തരത്തിൽ ഒരു സാധ്യത തെളിയുമോ എന്നതാണ്. എന്തായാലും പോർമുഖത്ത് പോർവിളികൾ തുടരുന്നു എന്നല്ലാതെ സമാധാനത്തിൻ്റെ ഒരു കോൾ എവിടെ നിന്നും ഉണ്ടാകുന്നില്ല. അതായത് ഒരു യുദ്ധം തുടങ്ങുന്നു, ഓപ്പൺ യുദ്ധം പ്രഖ്യാപിച്ചില്ലെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്രമണങ്ങൾ അതിവേഗത്തിൽ ശരവേഗത്തിൽ നിന്ന് മുന്നോട്ട് പോകുന്നു. അപ്പോഴും സമാധാനം എവിടെയെന്ന ചോദ്യത്തിന് ഒരു ഉത്തരം നൽകാനോ സമാധാനത്തിലേക്ക് ഒരു വിളി വിളിക്കാനോ ആഗോള സമൂഹം പോലും തയ്യാറാകുന്നില്ല എന്നാണ് ഏറ്റവും വിഷമകരമായ കാര്യം. അതായത് പോകുന്നിടത്തോളം പോകട്ടെ എന്ന രീതിയിൽ ലോകം ഈ യുദ്ധക്കാഴ്ച കണ്ടു നിൽക്കുന്നത് ഭയപ്പെടുത്തുന്ന കാര്യമാണ്. ഇടപെടേണ്ട UN ആകട്ടെ നിഷ്ക്രിയരായി നിൽക്കേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് ലോകത്തിന്റെ പുതിയ ക്രമമാണ് കാണിക്കുന്നത്. അമേരിക്ക പാർട്ടിസിപ്പന്റ് ഒരു യുദ്ധമുണ്ടെങ്കിൽ അവിടെ സംസാരിക്കാനോ പ്രതിരോധിക്കാനോ എതിർത്ത് പറയാനോ മറ്റു രാജ്യങ്ങൾ ഉണ്ടാകുന്നില്ല എന്നാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അതിനപ്പുറത്തേക്ക് ഒരു മാറുന്ന പവർ പൊളിറ്റിക്സ് കൂടി നമ്മൾ ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. കാരണം അമേരിക്ക കഴിഞ്ഞ കുറച്ച് അധികം വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, അമേരിക്കയുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങാത്തൊരു ഭരണകൂടമുണ്ടെങ്കിൽ അവിടെ നേരിട്ട് ചെന്ന് അറ്റാക്ക് ചെയ്ത് ആ ഭരണകൂടത്തെ താഴെ ഇറക്കി അമേരിക്കയുടെ പപ്പറ്റാകാൻ പാകത്തുള്ള ഭരണാധികാരി സ്ഥാപിച്ച് പിന്നീട് അമേരിക്ക എന്ത് പറയുന്നു അതേപടി കേൾക്കുന്ന ഭരണകൂടത്തെ സൃഷ്ടിക്കുന്ന സ്ഥിരം സ്റ്റൈൽ നമ്മൾ കണ്ടത്. ഏറ്റവും ഒടുക്കം അത് വെനസ്വേലയിൽ കണ്ടതാണ്. മഡൂരോയെ സ്ഥാനഭ്രഷ്ടനാക്കിയതിനു ശേഷം ഈ പറയുന്ന ഡെൽസി റോഡ്രിഗസ്, ഈ പറയുന്ന മഡൂരോയുടെ ഏറ്റവും വിശ്വസ്തയാളാണ്. ആ ഡെൽസി റോഡ്രിഗസിനെ പോലും അമേരിക്കയ്ക്ക് വിധേയത്വമുള്ള, അമേരിക്കയ്ക്ക് വഴങ്ങുന്ന ഭരണാധികാരിയായി മാറ്റാൻ അമേരിക്കയ്ക്ക് സാധിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അങ്ങനെ ഓരോ രാജ്യങ്ങളും അമേരിക്ക വെട്ടിപ്പിടിക്കുമ്പോൾ സ്വാഭാവികമായും അവിടെ ഉണ്ടാകുന്ന മറുവശം എന്ന് പറയുന്ന ചൈനയും റഷ്യയും ചേരുന്ന ഒരു സഖ്യമാണ്. ഈ സഖ്യം എപ്പോഴും അമേരിക്കയ്ക്ക് എതിരെ നിന്ന് മാത്രം നിൽക്കുന്ന ഒരു സഖ്യമാണ്. ഈ സഖ്യത്തിലാണ് ഇനി ഇറാന്റെ പ്രതീക്ഷയുള്ളത്. നമ്മൾ പറയുന്നത് ഓപ്പൺ വാറിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾക്ക് കാണാനാകുന്ന ഒരു സഖ്യം എന്ന് പറയുന്നത് സ്വാഭാവികമായും റഷ്യ, ഇറാൻ, ചൈന ചേരുന്ന സഖ്യവും മറുഭാഗത്ത് അമേരിക്കയും ഇസ്രയേലും യുകെയും അടക്കമുള്ള രാജ്യങ്ങൾ കൂടി ചേർന്നൊരു സഖ്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഓപ്പൺ വാറിലേക്ക് ചെന്നാൽ രാജ്യങ്ങൾ രണ്ടായി മാറി നമ്മൾ നേരത്തെ കണ്ടതുപോലെയൊക്കെയുള്ള അതിശക്തമായ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കടക്കും. അത് നമ്മൾ വിചാരിക്കുന്ന അപ്പുറത്തേക്കുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അത് ഈ പറയുന്ന കാഷ്വാലിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ പറയുന്ന അഡ്വാൻസ്ഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ കെട്ടിപ്പടുത്തുയർത്തിയ സാമ്പത്തിക ഭദ്രതയൊക്കെ പൊട്ടിപ്പൊളിയ നിമിഷങ്ങൾ മതിയെന്ന രീതിയിലേക്ക് യുദ്ധം വ്യാപിച്ചാൽ കാര്യങ്ങൾ പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിലേക്ക് യുദ്ധത്തിലേക്ക് പോകാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ആഗോള സമൂഹം പ്രതീക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. പക്ഷേ ആഗ്രഹവും പ്രതീക്ഷയും അതുപോലെ ഉണ്ടെങ്കിലും അതിനുള്ള നീക്കുപോക്കുകൾ എവിടെയും ഉണ്ടാകുന്നതാണ് ഏറ്റവും വിഷമകരമായ കാര്യം. കാരണം അതിന് പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്ന ഇറാൻ ഒരുപാട് പണ്ടൊക്കെ ഈ പറയുന്ന 40 വർഷമായി അമേരിക്കൻ സാങ്ഷനുള്ള രാജ്യമാണ് ഇറാൻ. അപ്പോഴൊക്കെ അമേരിക്കയ്ക്കെതിരെ അഡമൻ ഡിസിഷൻസ് മാത്രമെടുത്ത ഇറാൻ ഒരു ഇടവേള കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളിൽ കുറച്ച് മാസങ്ങളായി അമേരിക്കയോടൊപ്പമൊക്കെ ചെങ്ങാത്തം കൂടാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്ന മട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. അത് ഈ പറയുന്ന പോലെ സമാധാനപരമായ ഒരു ജീവിതാന്തരീക്ഷം, സമാധാനമായ ലോകക്രമം സൃഷ്ടിച്ചെടുക്കുന്നതിൻ്റെ ആഗ്രഹത്തിൻ്റെ പുറത്തായിരിക്കണം. കാരണം ആദ്യമായാണ് ഇത്തരത്തിൽ ഒരുപാട് തവണ ചർച്ചയ്ക്ക് വിളിച്ചെങ്കിലും ഇത്രത്തോളം അമേരിക്കയുടെ ഉപാധികൾ അംഗീകരിച്ചുകൊണ്ട് ചർച്ചയിൽ മുന്നോട്ട് പോയൊരു സ്ഥിതിവിശേഷം ഇറാൻ ഇതിന് മുമ്പ് വന്നിട്ടില്ല. അതായത് 4 റൗണ്ട് ചർച്ചകൾ പ്ലാൻ ചെയ്യുന്നു, 3 റൗണ്ട് ചർച്ചകളിലും പ്രോഗ്രസ് ഉണ്ടെന്ന് മധ്യസ്ഥ വഹിക്കുന്ന ഒമാൻ അടക്കം പറയുന്നു. അങ്ങനെ 4ാം റൗണ്ട് ചർച്ചകൾ നടക്കാനിരിക്കെ നമ്മൾ പൊതുവെ ഒരു ചർച്ച നടത്തിയാൽ അതിൽ ഡീൽ ഓർ നോ ഡീൽ എന്ന കൺക്ലൂഷനിലേക്ക് എത്തണം. ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നതിന് മുമ്പ്, ആ കൺക്ലൂഷൻ സാധ്യമാണോ എന്ന് അറിയുന്നതിന് മുമ്പ് ഒരു ആക്രമണം നടത്തുമ്പോൾ
വളരെ ക്ലിയർ കട്ടായി നമുക്കൊരു കാര്യം പറയും. ഇറാനിലെ അമേരിക്കയുടെ പ്രശ്നം ആണവായുധമായിരുന്നില്ല, യുറേനിയം സമ്പുഷ്ടീകരണമായിരുന്നില്ല. അതിനും അപ്പുറത്തേക്ക് എപ്പോഴും ആ മേഖല ഒരു പ്രശ്നം വന്നാൽ അമേരിക്കയെ ചലഞ്ച് ചെയ്യുന്ന, അമേരിക്കയെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇറാനും ഇറാനിലെ കമനീയ ഭരണകൂടമാണെന്ന കാര്യത്തിൽ സംശയമില്ല. ആ കമനീയ ഭരണകൂടത്തിലേക്ക് എത്തിച്ചേരാനുള്ള, കമനീയ ഭരണകൂടത്തെ ആക്രമിക്കാനുള്ള ഒരു സ്റ്റാർട്ട് പോയിന്റ് മാത്രമായിരുന്നു അവർക്ക് ഈ പറയുന്ന ആണവായുധ ഈ ഡിസാർമമെന്റ്. കാരണം ഒരുപാട് കാര്യങ്ങൾ, കാരണം സമാനമായ സ്ട്രാറ്റജി അമേരിക്ക നേരത്തെ പല രാജ്യങ്ങളും നടത്തിയിട്ടുണ്ട്. നമുക്ക് 2003 ഇറാഖ് അധിനിവേശം അറിയാം. മാസ് ഓഫ് വെപ്പൺ ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ, ഒരു വല്ലാത്ത ആയുധം അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഇറാഖിലേക്ക് കൈകടത്തുന്നു. അപ്പോഴും അമേരിക്കയുടെ ലക്ഷ്യം ആ ആയുധമല്ല, അങ്ങനെ ആയുധമില്ലെന്ന് അമേരിക്ക വളരെ വ്യക്തമായി അറിയാം. ഇറാഖിലെ എണ്ണയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.